നമ്മളൊക്കെ ബീച്ചിൽ പോകാറുണ്ടല്ലോ അല്ലേ? അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തിര വന്ന് മുഖത്തടിക്കും. അപ്പോൾ അറിയാതെ കുറച്ച് വെള്ളം വായിൽ പോവും. ആ ഒരു ഉപ്പുരസം എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഈ മഹാസമുദ്രങ്ങളിൽ ഇത്രയധികം ഉപ്പ് എവിടുന്ന് വന്നു എന്ന്? വരൂ, നമുക്കതിന്റെ പിന്നിലെ രഹസ്യം കണ്ടെത്താം. അതെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ ചോദ്യം. കടലിലെ ഈ ഉപ്പിന്റെയെല്ലാം ഉറവിടം എവിടെയാണ്? നമ്മളിന്ന് ഒരുമിച്ച് ആ ഉത്തരം തേടി ഒരു യാത്ര പോവുകയാണ്. സത്യം പറഞ്ഞാൽ അതിന്റെ ഉത്തരം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും എത്രയോ രസകരമാണ്. അപ്പോൾ ഈ കടലിലെ ഉപ്പിന്റെ കഥയുണ്ടല്ലോ, അത് തുടങ്ങുന്നത് കടലിൽ നിന്നല്ല, പകരം കരയിൽ നിന്നാണ്. അതും മലമുകളിൽ നിന്ന്. കേൾക്കുമ്പോൾ ഒരു അതിശയം തോന്നാം, അല്ലേ? പക്ഷേ സംഗതി സത്യമാണ്. കടലിന് അതിന്റെ ഉപ്പുരസം കിട്ടുന്നതിന്റെ പ്രധാന കാരണം കരയിലുള്ള പാറകളാണ്. ഇതെങ്ങനെയാ സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. സംഗതി സിമ്പിളാണ്. മഴ പെയ്യുന്ന സമയത്ത് അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് മഴവെള്ളത്തിൽ കലരും. അപ്പോൾ ഈ വെള്ളത്തിന് ചെറിയൊരു ആസിഡ് സ്വഭാവം വരും. ഈ വെള്ളം നേരെ പോയി പാറകളിൽ വീഴുമ്പോൾ അത് പാറകളെ വളരെ പതിയെ അലിയിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ പാറകളിലുള്ള സോഡിയം, ക്ലോറൈഡ് പോലെയുള്ള ധാതുക്കളൊക്കെ ഈ വെള്ളത്തിൽ ലയിച്ചു ചേരും. ഈ ധാതുക്കളാണ് നമ്മൾ പറയുന്ന ഉപ്പ്. അങ്ങനെ ധാതുക്കൾ അലിഞ്ഞു ചേർന്ന ഈ വെള്ളം ചെറിയ അരുവികളായി, പിന്നെ പുഴകളായി, അവസാനം നേരെ കടലിലേക്ക് ഒഴുകിയെത്തും. അപ്പോൾ ഓരോ വർഷവും കോടിക്കണക്കിന് ടൺ ധാതുക്കളാണ് പുഴകളിങ്ങനെ കടലിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ കാര്യമല്ലാട്ടോ. ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രക്രിയയാണിത്. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. കരയിൽ നിന്ന് പുഴകൾ വഴി മാത്രമല്ല കടലിന് ഉപ്പ് കിട്ടുന്നത്. കടലിന്റെ ആഴങ്ങളിൽ ആരും കാണാതെ ചില രഹസ്യ ഉറവിടങ്ങൾ കൂടിയുണ്ട്. തിരമാലകൾക്ക് താഴെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലേ? കടലിന്റെ അടിത്തട്ടില് ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ചൂടുവെള്ളം പുറത്തേക്ക് ചീറ്റുന്ന ചില വിടവുകളുണ്ട്. ഹൈഡ്രോതെർമൽ വെന്റുകൾ എന്നൊക്കെ പറയും. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? കടൽവെള്ളം ഈ വിള്ളലുകളിലൂടെ താഴേക്ക് ഊർന്നിറങ്ങും. ഭൂമിയുടെ ഉള്ളിലെ ചൂടിൽ അത് സൂപ്പർ ഹീറ്റാവും. തിളച്ചു മറയുന്ന ഈ വെള്ളം പാറകളിലെ ധാതുക്കളെയെല്ലാം അലിയിച്ചെടുത്ത് ഒരു ഗീസർ പോലെ മുകളിലേക്ക് ശക്തിയായി വരും. പിന്നെ കടലിനടിയിലുള്ള അഗ്നിപർവ്വതങ്ങളുണ്ട്. അവ പൊട്ടിത്തെറിക്കുമ്പോഴും വലിയ അളവിൽ ധാതുക്കൾ നേരിട്ട് കടൽവെള്ളത്തിൽ കലരും. അപ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും. ഈ ഉപ്പൊക്കെ പുഴകളാണ് കടലിലേക്ക് എത്തിക്കുന്നതെങ്കിൽ പിന്നെന്താ പുഴവെള്ളത്തിന് ഉപ്പുരസമില്ലാത്തത്? കടൽവെള്ളം മാത്രം എന്താ ഇത്ര കഴിക്കുന്നത്? ശരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. അതിന്റെ ഉത്തരം ഒരൊറ്റ കാര്യത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ആ ഒരൊറ്റ കാര്യം ബാഷ്പീകരണമാണ്. അതായത് ഇവാപ്പറേഷൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ സൂര്യന്റെ ചൂടേറ്റ് കടലിലെ വെള്ളം നീരാവിയായി മുകളിലേക്ക് പോകും. പക്ഷേ ഇവിടെയാണ് ട്വിസ്റ്റ്. വെള്ളം നീരാവിയായി പോകുമ്പോഴും അതിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഉപ്പും മറ്റു ധാതുക്കളുമെല്ലാം കടലിൽ തന്നെ ബാക്കിയാകും. വെള്ളം മാത്രം മുകളിലേക്ക്, ഉപ്പ് താഴെ. ഒരു അരിപ്പയിലൂടെ വെള്ളം അരിച്ചെടുക്കുന്നതുപോലെ, അല്ലേ? ഒന്നോർത്തു നോക്കൂ. പുഴകൾ കൊണ്ടുവരുന്ന ഉപ്പിന്റെ അളവ് കുറവായിരിക്കാം. പക്ഷേ ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് പുഴകൾ നിർത്താതെ ഉപ്പ് കടലിലേക്ക് എത്തിക്കുന്നു. സൂര്യൻ നിർത്താതെ ശുദ്ധജലം മാത്രം മുകളിലേക്ക് കൊണ്ടുപോകുന്നു. ഈയൊരു സൈക്കിൾ ഇങ്ങനെ തുടരുമ്പോൾ എന്ത് സംഭവിക്കും? കാലക്രമേണ ഉപ്പ് മുഴുവൻ കടലിൽ അടിഞ്ഞുകൂടി അതിന്റെ സാന്ദ്രത കൂടിക്കൂടി വരും. അങ്ങനെയാണ് നമ്മുടെ സമുദ്രങ്ങൾ ഇന്ന് കാണുന്ന ഈ ഭീമൻ ഉപ്പുവെള്ള സംഭരണികളായി മാറിയത്. ശരി, അപ്പോൾ ഈ കടലിൽ എത്രത്തോളം ഉപ്പുണ്ടെന്ന് നിങ്ങൾക്ക് വല്ല ഊഹവുമുണ്ടോ? അതിന്റെ കണക്ക് കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. വരൂ, നമുക്ക് ചില അത്ഭുതപ്പെടുത്തുന്ന സത്യങ്ങൾ നോക്കാം. ഇതൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ലോകത്തിലെ സമുദ്രങ്ങളിലുള്ള ഉപ്പ് മുഴുവൻ നമ്മൾ പുറത്തെടുത്ത് ഭൂമിയിലെ കരഭാഗത്ത് മുഴുവനായി വിതറുകയാണെന്ന് വെക്കുക. അങ്ങനെ ചെയ്താൽ ഏകദേശം 150 മീറ്റർ ഉയരത്തിൽ ഒരു ഉപ്പിന്റെ പാളി രൂപപ്പെടും. അതായത് ഒരു 40 നില കെട്ടിടത്തിന്റെ അത്രയും പൊക്കം. അവിശ്വസനീയമല്ലേ ഇത്? ഇപ്പം മനസ്സിലായോ പുഴവെള്ളവും കടൽവെള്ളവും തമ്മിലുള്ള വ്യത്യാസം? പുഴവെള്ളത്തിലും ഉപ്പുണ്ട്, പക്ഷേ നമുക്കത് രുചിച്ചറിയാൻ പോലും പറ്റാത്തയത്ര ചെറിയ അളവില്. എന്നാൽ കടൽവെള്ളത്തിൽ അങ്ങനെയല്ല. 1 ലിറ്റർ കടൽവെള്ളം എടുത്താൽ അതിൽ ഏകദേശം 35 ഗ്രാം, അതായത് ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പുണ്ടാവും. ആ അളവിലെ ഭീമമായ വ്യത്യാസമാണ് ആ രുചിക്ക് കാരണം. ഉപ്പിന്റെ അളവ് കൂടുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചാവുകടൽ അഥവാ ഡെഡ് സീ. സാധാരണ കടൽവെള്ളത്തിനേക്കാൾ ഏകദേശം 10 ഇരട്ടി ഉപ്പാണ് അവിടുത്തെ വെള്ളത്തില്. അതുകൊണ്ടുതന്നെ വെള്ളത്തിന് സാന്ദ്രത വളരെ കൂടുതലാണ്. അതിന്റെ ഫലം എന്താണെന്നറിയാമോ? നിങ്ങൾക്കവിടെ മുങ്ങിപ്പോകാനേ പറ്റില്ല. ഒരു കസേരയിലിരിക്കുന്ന ലാഘവത്തോടെ വെള്ളത്തിലങ്ങനെ പൊങ്ങിക്കിടക്കാം. ഇവിടെയാണ് അടുത്ത കൗതുകകരമായ ചോദ്യം വരുന്നത്. പുഴകൾ ഇപ്പോഴും ഉപ്പ് കൊണ്ടുവരുന്നുണ്ട്. കടലിനടിയിലെ അഗ്നിപർവ്വതങ്ങളും ഇപ്പോഴും സജീവമാണ്. അങ്ങനെയെങ്കിൽ കടലിലെ ഉപ്പിന്റെ അളവ് കാലം കഴിയുന്തോറും കൂടിക്കൂടി വരേണ്ടതല്ലേ? കടൽ കൂടുതൽ ഉപ്പുള്ളതായി മാറേണ്ടതല്ലേ? പക്ഷേ അങ്ങനെയല്ല സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് നോക്കാം.
കാരണം ഇതൊരു വൺ വേ ട്രാഫിക് അല്ല. കടലിലേക്ക് ഉപ്പ് വരുന്നതുപോലെ തന്നെ പല വഴികളിലൂടെ ഉപ്പ് കടലിൽ നിന്ന് പുറത്തേക്കും പോകുന്നുണ്ട്. ഉദാഹരണത്തിന് പല കടൽ ജീവികളും അവയുടെ തോടുകളും അസ്ഥികളും ഉണ്ടാക്കാൻ ഈ ധാതുക്കൾ ഉപയോഗിക്കുന്നു. അതുപോലെ ചില ധാതുക്കൾ കടലിന്റെ അടിത്തട്ടിലുള്ള പാറകളുമായി ചേർന്ന് രാസപ്രവർത്തനത്തിലേർപ്പെട്ട് അവിടെ അടിഞ്ഞുകൂടുന്നു. അതായത് വരുന്ന ഉപ്പും പോകുന്ന ഉപ്പും തമ്മിലൊരു കൃത്യമായ ബാലൻസ് ഉണ്ട്. ഇതൊരു പെർഫെക്റ്റ് ബാലൻസിംഗ് ആക്ടാണ്. ഈയൊരു സന്തുലിതാവസ്ഥ കാരണമാണ് കോടിക്കണക്കിന് വർഷങ്ങളായിട്ടും കടലിലെ ഉപ്പിന്റെ അളവ് ഏകദേശം ഒരുപോലെ നിലനിൽക്കുന്നത്. പ്രകൃതിയുടെ ഒരു അത്ഭുതകരമായ സെൽഫ് റെഗുലേറ്റിംഗ് സിസ്റ്റമാണിത്. അപ്പോ അടുത്ത തവണ നിങ്ങൾ കടൽ തീരത്ത് പോകുമ്പോൾ ആ തിരമാലകൾ കാലിൽ തട്ടുമ്പോൾ ആ ഉപ്പുരമുള്ള വെള്ളം ഒന്ന് കയ്യിലെടുക്കുമ്പോൾ ഈ കഥ ഓർക്കണം. നിങ്ങൾ തൊടുന്നത് വെറുമൊരു വെള്ളത്തുള്ളിയെയല്ല, മറിച്ച് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് മലകളും മഴയും പുഴകളും അഗ്നിപർവ്വതങ്ങളും ചേർന്ന് ഒരുക്കിയ ഒരു വലിയ അത്ഭുതത്തെയാണ്. പ്രകൃതിയുടെ ഈ സങ്കീർണമായ സന്തുലനം ശരിക്കും വിസ്മയകരം തന്നെയല്ലേ?